നമ്മളിന്നൊരു പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് വേദിക് പീരീഡ് അഥവാ വേദിക് സിവിലൈസേഷൻ. നമ്മൾ ഓൾറെഡി പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് കടന്നു. മൂന്നാമത്തെ ചാപ്റ്ററായിട്ടാണ് വേദിക് പീരീഡ് പഠിപ്പിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏകദേശം ഒരു 1800 അല്ലെങ്കിൽ 1900 BC മുതൽ ദേ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ എന്ന് പറഞ്ഞു. അതിന് വൺ ഓഫ് ദ തിയറി ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ആര്യൻസ് ഇന്ത്യയിൽ വന്നു എന്നും അവരിവിടെയുള്ള ലോക്കൽ പോപ്പുലേഷനെ റീപ്ലേസ് ചെയ്തു എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ആര്യന്മാർ വന്നു എന്ന് തന്നെ വിചാരിക്കുക. അവർ ഇൻവേഷൻ നടത്തിയോ മൈഗ്രേഷൻ നടത്തിയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവർ ഇന്ത്യയിൽ വന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ ആര്യൻസ് ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ വന്നിട്ട് വേദങ്ങൾ എഴുതി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വേദങ്ങൾ എഴുതി തുടങ്ങുന്നതിനേക്കാളും വേദങ്ങൾ പോപ്പുലറൈസ് ചെയ്തു തുടങ്ങി. അത് ആദ്യം ഓറലി ആയിട്ടാണ് വേദങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്, പിന്നീടാണത് എഴുതപ്പെടുന്നതൊക്കെ. അപ്പം എന്തായാലും വേദങ്ങൾ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നതും എല്ലാം ഈ ആര്യൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടമായതുകൊണ്ടാണ് വേദങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഇതിനെ വേദിക് പീരീഡ് അഥവാ വേദിക് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്കിനി കടക്കാം. വേദിക് സിവിലൈസേഷൻ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ആരംഭിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു ആര്യൻസിൻ്റെ വരവോടുകൂടിയാണ് വേദങ്ങളുടെ റൈറ്റിംഗ് അല്ലെങ്കിൽ വേദങ്ങളുടെ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ആര്യൻസ് വെയർ സെമി നൊമാഡിക് പാസ്റ്ററൽ പീപ്പിൾ. ആര്യൻസ് എന്ന് പറയുന്നത് കുറച്ച് സെമി നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് അലഞ്ഞിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അധികം സെറ്റിൽഡ് ലൈഫ് ഒന്നും ഉണ്ടാവില്ല. ഒരു സെമി നൊമാഡിക് പാസ്റ്ററൽ ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അത് കാലിമേച്ച് നടക്കുന്ന ഒരു മേജർ ഒക്കുപ്പേഷനായിട്ട് ഇവർ കാറ്റിൽ റെയറിംഗ് ആണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാലിമേച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. ഇവരുടെ ഒറിജിനൽ ഹോംലാൻഡ് കേസിൽ ഇന്നും ഡിബേറ്റിലാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള തിയറീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പല തിയറീസ് പറയുന്നുണ്ട്. ഈ ആര്യന്മാർ അവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ തിയറീസ് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇവർ സംസാരിച്ചിരുന്ന ഭാഷ സംസ്കൃതമായിരുന്നു. എ ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്ന സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നു എന്ന് പറയാം. അത് ഇന്ന് നമ്മൾ കാണുന്ന സംസ്കൃതമല്ല, പണ്ടത്തെ വേദിക് സംസ്കൃതം അല്ലെങ്കിൽ പണ്ടത്തെ ആര്യൻ സംസ്കൃതമായിരുന്നു ഇവർ സംസാരിച്ചിരുന്നത്. ഇവർ ഇന്ത്യക്കകത്തോട്ട് കടക്കുന്നത് ഖൈബർ പാസ് വഴിയാണ് അല്ലെ. നമ്മൾ ഹിന്ദുകുഷ് മൗണ്ടെയിൻസ് എന്നൊക്കെ പറയും. ആ മൗണ്ടെയിൻസ് ക്രോസ് ചെയ്തിട്ടാണ് ആര്യന്മാർ ഇന്ത്യയിൽ വന്നു എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ ആര്യൻസിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ തിയറി ഈസ് ആര്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്നും, ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ ഏഷ്യ ഭാഗമാണ് അല്ലേ, കാസ്പിയൻ സീ, കോക്കസ് മൗണ്ടെയിൻസ് ഒക്കെ ഉള്ള ഈ പ്രദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്നവരായിട്ടാണ് ആര്യന്മാരെ പറയുന്നത്. ത്രൂ ദി ഖൈബർ മൗണ്ടെയിൻസ്. ഇവിടെ ഖൈബർ അഥവാ ഹിന്ദുകുഷ് മൗണ്ടെയിൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് ദ എൻറ്റേർഡ് ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ആദ്യം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലോട്ടാണ് അവർ വരുന്നത്. പിന്നീടാണ് പല ഭാഗത്തായിട്ട് സ്പ്രെഡ് ആവുക. ഓക്കെ, ഇതാണ് സെൻട്രൽ ഏഷ്യൻ തിയറി എന്ന് പറയുന്നത്. സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് ആര്യൻസ് വന്നു എന്ന് പറയപ്പെടുന്ന തിയറിയാണ് സെൻട്രൽ ഏഷ്യൻ തിയറി. ഈ തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, പുള്ളി ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സെൻട്രൽ ഏഷ്യൻ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, സെൻട്രൽ ഏഷ്യൻ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ തിയറി മാത്രമല്ല, ഒരുപാട് തിയറി വേറെയും ഉണ്ട്. ഇപ്പം നമ്മുടെ ഫേമസ് മോഡേൺ ഇന്ത്യൻ പീരീഡ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഒരു പേരുണ്ട്, ദയാനന്ദ സരസ്വതി. ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയെ അപേക്ഷിച്ച് ഈ പറയുന്ന ആര്യന്മാർ വന്നു എന്ന് പറയുന്ന പുള്ളി പറയുന്നത് ടിബറ്റിൽ നിന്ന് വന്നു എന്നാണ്. ടിബറ്റൻ ഹൈലാൻഡ്സ് ക്രോസ് ചെയ്തിട്ട് വന്നവരായിട്ടാണ് ആര്യൻസ് എന്നാണ് ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ളത്. ഒരുപാട്
ആരൊക്കെയാണ് മനുഷ്യർ ജീവിച്ചത്, എവിടേക്കാണ് ഈ ആര്യന്മാർ വന്നിരുന്നത് എന്നുള്ള